അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ അൻഫാൽ 45-ാമത്തെ ആയത്ത് മുതൽ ഖത്മുൽ ഖുർആൻ്റെ 87-ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഫോളോ ചെയ്യുക. കൂടുതൽ ഉപകരിക്കുമെങ്കിൽ ലൈക്കുകളും കമൻറ്റുകളൊക്കെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ, മക്കൾക്കും രക്ഷിതാക്കൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ചെറിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. പാരായണം മെച്ചപ്പെടുത്താനുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا لقيتم فئة എന്നാണുള്ളത്. നിർത്തുമ്പോൾ ഫിഅ فاثبتوا واذكروا الله كثيرا لعلكم تفلحون. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا. واذكروا നീട്ടാനുള്ള വാവ് വന്നു അല്ലേ? വദ്കുറു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദോ സുക്കൂനോ വന്നാൽ നീട്ടുകയില്ല. വദ്കുറുല്ലാഹ് വായിക്കില്ല. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വഅതീഉല്ലാഹ വറസൂലഹു. വഅതീഉ എന്നാണുള്ളത്. കൂട്ടി വയ്ക്കുമ്പോൾ വഅതീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا. അവിടെ നിർത്തുമ്പം നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഫതഫ്ശലു മദ്ദുണ്ടെങ്കിൽ അവിടെ ആ നീട്ടൽ നീട്ടേണ്ട, കൂടുതൽ നീട്ടേണ്ട, സാധാരണ ഒരു നീട്ടൽ നീട്ടിയാൽ മതി നിർത്തുന്ന സമയത്ത്. ഫതഫ്ശലു ഇവിടെ മദ്ദില്ല, മദ്ദുള്ള സ്ഥലത്താ പറഞ്ഞ്. ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറു. അവിടെ കണ്ടില്ലേ മദ്ദുണ്ട്, മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ നിർത്തിയപ്പോൾ വസ്ബിറു, നിർത്തുന്നില്ല എങ്കിൽ മദ്ദ് വരും. വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ولا تكونوا كالذين خرجوا من ديارهم بطرا. മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ഫാ ചെയ്യണം. من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه. അവിടെ നിർത്തുമ്പം അതിന് സുക്കൂന് തൊട്ട് മുമ്പ് യാന് സുക്കൂന് അല്ലേ? യാനോ വാവിനോ സുക്കൂനാവുകയും അതിന് മുമ്പ് ഫത്ഹ ആവുകയും ചെയ്താൽ മദ് ലീന് വരും. അഖിബൈ അവിടെ ബായിന് ഫത്ഹാണ്. ഹായിന് സുക്കൂന് തൊട്ട് മുമ്പ് യാന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ്. ഏതക്ഷരമായാലും അതിന് മുമ്പ് ഫത്ഹ് വന്നാൽ
യായിന് മുമ്പ് ഫത്ത് വന്നാൽ മദ് ലീന് വരും നിർത്തുകയാണെങ്കിൽ. അല അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓതി പോകുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ മദ്ദലീന് യൗം മീമിന് സുക്കൂൻ നിർത്തിയപ്പോൾ മുമ്പ് വാവിന് സുക്കൂന് അതിന് മുമ്പ് ഫത്ഹ് വന്നു. യൗം وقال لا غالب لكم اليوم നിർത്തുന്നില്ല എങ്കിൽ വരൂല. وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم മദ്ദുണ്ട്. ومن يتوكل على الله فإن الله عزيز حكيم. അസീസുൻ തൻവീന് ശേഷം ഹ ഒന്ന് ഹ അക്ഷരമാണ്. സംശയം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാർട്ടിലേക്ക് നോക്കണം. അസീസുൻ ഹക്കീം. ആ ചാർട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കണം, നല്ലതാണ്. എപ്പോഴും പ്രത്യേകിച്ച് ഏത് സമയത്ത് ഓതുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, സംശയം വരുമ്പോൾ ഇവിടെ എന്താ നിയമങ്ങളൊന്നും നോക്കിയാൽ മതി. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. ولو ترى إذ يتوفى الذين كفروا الملائكة ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. ولو ترى إذ يتوفى الذين كفروا الملائكة كفروا എന്നുള്ളത് കൂട്ടിവെക്കുമ്പോൾ കഫറുൽ അവിടെ ഒരു വാവുണ്ട്, അതിന് ശേഷം ഒരു അലിഫുണ്ട്, അതിന് ശേഷം അവിടെയും ഒരു ഹംസത്തുൽ വസിലുണ്ട്, അലിഫുണ്ട്, പിന്നെ ആമിന് സുക്കൂനാണ്. കഫറു അതിന് ശേഷം വാവ് നീട്ടാൻ വന്നു, റൂ. അതിന് ശേഷം പിന്നെ രണ്ട് അലിഫുണ്ട്, ആ രണ്ട് അലിഫും ഉച്ചരിക്കൂല. ഇവിടെ നിർത്തുകയാണെങ്കിൽ കഫറു എന്ന് പറയും, നിർത്തുന്നില്ല എങ്കിൽ കഫറുൽ റുൽ. അതിൻ്റെ ഇടയിലുള്ള 3 അക്ഷരം പോവും, വാവ്, അലിഫ്, പിന്നെ ഹംസത്തുൽ വസിൽ. ആ ചിഹ്നമുള്ള ഒരു അലിഫുണ്ടല്ലോ, അത് 3ഉം പോവും. കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. ഈ അലിഫ് അതാണ് വദൂഖൂ, അവിടെ ഒരു അലിഫുണ്ട്, എന്താണ് കൂട്ടി വയ്ക്കുമ്പോൾ അതൊന്നും പറയില്ല. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد
كدأب آل فرعون والذين من قبلهم كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب كدأب എന്ന് പറഞ്ഞ كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم ذلك بأن الله لم يكن مغيرا തൻവീനിൻ്റെ ശേഷം നൂന് വന്നു ഇദ്ഗാമും ബിഗുന്നയാണ് അല്ലേ നൂനിൻ്റെ ശേഷം തൻവീനിൻ്റെ ശേഷമോ സുക്കൂള്ള നൂനിൻ്റെ ശേഷമോ നൗമി നൂന് വാവ് മീമി യാവ് വന്നാൽ കൂട്ടി യോജിപ്പിക്കണം മുഗയ്യിറൻ മണിക്കുകയും ചെയ്യണം മുഗയ്യിറൻ നിഅമതൻ أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم مدلين حتى يغيروا ما بأنفسهم وأن الله سميع عليم كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون فأهلكناهم അവിടെ ഇഖ്ഫാ ചെയ്യണം മീമിൻ്റെ ശേഷം ബാ വന്നാൽ അല്ലേ ഇഖ്ഫാൻ്റെ ഒരേ അക്ഷരമാണ് ബാ അല്ലേ പിന്നെ മീമിൻ്റെ ശേഷം മീം എന്താ ഇദ്ഗാമും ബിഗുന്നയാണ് മീമിൻ്റെ നിയമമാണ് മീമിൻ്റെ ശേഷം ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും അടക്കെ ഇദ്ഹാർ ചെയ്യണം ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം മീമ് സുക്കൂനോടുകൂടെ വ്യക്തമാക്കണം ബിദുനൂബിഹിം വഅഗ്റഖ്ന എന്ന് വ്യക്തമായിട്ട് പറയണം വഅഗ്റഖ്ന ആല ഫിർഔൻ മദ്ലീന് നൂന് സുക്കൂന് അതിന് മുമ്പ് വാമന സുക്കൂന് അതിന് മുമ്പ് ഫത്ത് നൂന് സുക്കൂൻ എന്നല്ല അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് അതിൻ്റെ മുമ്പ് വാവിനോ യാനോ സുക്കൂന് അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുക മദ്ലീന് വരും وكل كانوا ظالمين كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين إن شر الدواب عند الله الذين كفروا فهم لا يؤمنون إن شر الدواب عند الله هذا مد لازمان الذين كفروا فهم لا يؤمنون الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون
الذين آهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون فإما تثقفنهم تثقف കൂട്ടിയേക്കണം تثقفنهم في الحرب فشرد بهم റാഇന് കസറാണ് തർക്കീക്ക് ചെയ്യണം فشرد بهم من خلفهم لعلهم يذكرون فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون وإما تخافن من قوم خيانة فانبذ إليهم ഫംബിദ് നൂനിൻ്റെ ശേഷം ബാ വന്നു സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം ഫംബിദ് ഇലൈഹിം അലാ സവാ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ وإما تخافن من قوم خيانة فانبذ إليهم على سواء إن الله لا يحب الخائنين ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون ആയത്താണ് ഓതിയത് ഇൻഷാ അല്ലാഹ് وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സൈനബ എന്ന് പറയുന്നൊരു സഹോദരി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായ ഒരുപാട് പ്രയാസമുള്ളവരാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. പക്ഷെ അത് പ്രത്യേകമായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസം
അരക്ക് കീഴ്പെട്ട് തളർന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രമേഹം, പ്രഷർ ഇങ്ങനെ തുടങ്ങിയ മറ്റു അനേകം പ്രയാസങ്ങൾ, അതുപോലെ തന്നെ തടിയുടെ പ്രശ്നം, തടി കുറച്ച് പ്രയാസം ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ അനവധി രോഗങ്ങൾ, അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, നിസ്കരിക്കാൻ പ്രയാസം പറഞ്ഞു. കാര്യമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞു. അത്രയും വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ ഓപ്പറേഷൻ ചെയ്താൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ആകുള്ളതും കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ബേജാറും കൊണ്ട് ഓപ്പറേഷൻ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് വെച്ച് കാണും. അപ്പോൾ നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രേക്ഷകരായ മുഴുവൻ ആളുകളും ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം കൃത്യമായിട്ട് നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു സഹോദരിയാണ്. പക്ഷേ ശാരീരികമായ ശുദ്ധിയാക്കുന്ന പ്രയാസങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ശാരീരികമായിട്ടും തളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹോദരിയാണ്, ഒരു ഉമ്മയാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം, എന്ത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും അല്ലാഹു തആല എല്ലാം ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനേ റബ്ബേ, അവർക്ക് ഞങ്ങൾക്കും അതുപോലെയുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണം റഹ്മാനെ. ഉള്ള രോഗങ്ങൾ പരിപൂർണ്ണമായിട്ട് ഇനി സലാമത്ത് നൽകണം റഹ്മാനെ. നീ ആജിലായ ശിഫ കൊടുക്കണം റഹ്മാൻ. ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ഞങ്ങളെ ഈ പവിത്രമായ ഈ വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ ഈ ഓതിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനെ റബ്ബെ. ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ഇത്രയും ദിവസങ്ങൾ ഓതിയതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫും റഹ്മാനെ റബ്ബെ, ഇതിൻ്റെ ഒക്കെ ഞങ്ങൾ ഈ ഓതിയ കാരണം കൊണ്ട് റഹ്മാനെ റബ്ബെ ഒരുപാട് മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ ശബ്ദം കേൾക്കുന്നുണ്ട് റഹ്മാനെ റബ്ബെ. ഇവരൊക്കെ മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ, ആ സഹോദരിക്ക് നീ പരിപൂർണമായിട്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ആജിലായ ശിഫ കൊടുക്കണം അല്ലാഹ്, നീ കാമിലായ ശിഫ കൊടുക്കണം റഹ്മാനെ. നിസ്കാരം മുടക്കുന്ന ഒരു രോഗം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നീ നൽകല്ല റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. പരിപൂർണമായിട്ടും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവേ നീ കൊടുക്കണം അല്ലാഹ്, നീ കൊടുക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആൻ, ദിക്റുകൾ, സ്വലാത്തുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകളൊക്കെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സന്മനസ്സു നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഇബാദത്തുകൾ മുടക്കുന്ന എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രാവശ്യം കൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم
فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين إن شر الدواب عند الله الذين كفروا فهم لا يؤمنون الذين آهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون وإما تخافن من قوم خيانة فانبذ إليهم على سواء إن الله لا يحب الخائنين ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم